സോളോയെ ആരും ഒന്നും പറയാൻ പാടില്ല. പറഞ്ഞാൽ സോളോയ്ക്ക് അത് ഫീലാവും, സോളോ പിണങ്ങും. സോളോ കൊച്ചുകുട്ടിയാണ്, സോളോ ആള് പിടിയാണെന്ന് പറയണോ സാറാത്താത്ത. സോളോ ആള് പിടിയാണ്. സോളോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ സോളോ പിണങ്ങും. സോളോ കൊച്ചു കുട്ടികളെ പോലെയാണ്. അതൊക്കെ മനസ്സിൽ വെച്ചിരിക്കുകയും ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളൊക്കെ ഈ ലൈവ് കഴിയുമ്പോൾ അതൊക്കെ മറക്കുവാണ്. പക്ഷേ ഒരു മാസം മുമ്പുള്ള ലൈവിൽ പറഞ്ഞ കാര്യമൊക്കെ സോളോ ഇപ്പോഴും ഓർമ്മിച്ച് വയ്ക്കുന്നുണ്ട്. മധുസാറും ചിന്തയിലാണ്. ചിന്തിച്ച് നമ്മളെ കേടിയെ കാണാനില്ല. കേടിയും നടക്കാനൊന്നും പോയില്ല ഇന്ന്. കേടി മുങ്ങി ഹിമാലയത്തിലേക്ക് എന്ന് പറയുവാണ്. എന്തെന്തോ അഡ്വാൻസ് ആയിട്ട് അവിടെ ഹിമാലയത്തിൽ പോയി ഇരിക്കാന്ന് വിചാരിച്ചു വന്നറിഞ്ഞൂടെ. മധുസാർ അവിടെ വന്നിറങ്ങുമ്പോൾ തന്നെ പൊക്കിയെടുക്കാൻ വേണ്ടി അഡ്വാൻസ് ആയിട്ട് ഹിമാലയത്തിൽ പോയി ഇരിക്കുകയാണോ എന്നറിയില്ല. ഷൈജൻ വിളിച്ചു എന്ന് പറയണം. ഓക്കെ കാളുണ്ടായിരുന്നു പോയതാണല്ലേ. നമ്മൾ വിചാരിച്ച് ഹിമാലയത്തിൽ പോയിരിക്കുകയാണ്, മധുസാർ അവിടെ വന്ന് ഇറങ്ങുമ്പോൾ തന്നെ പൊക്കാൻ വേണ്ടി പോയിരിക്കുമെന്ന് വിചാരിച്ചു. കേടിക്ക് നടക്കാനൊന്നും ആവില്ല, വെറുതെ തള്ളുന്നതാന്ന് വെച്ചിരിക്കുക. ദിവസവും 1 മണിക്കൂർ നടക്കുമെന്നാണ് പറയണേ. 6 മണി തൊട്ട് 7 മണി വരെ നടക്കും. ഇപ്പൊ എല്ലാം കഴിക്കൽ നിർത്തി. ഇപ്പം ഇതൊന്ന് കഴിക്കുന്നത് ഓട്സ് മാത്രം. ഇന്ന് നടന്നില്ല എന്ന് പറയുകയാണ് കേടിയാണ്. ഓക്കെ ഞാൻ വിചാരിക്കുമായിരുന്നു ഈ നടക്കുന്ന സമയം നടന്നതായിട്ടൊന്നും കാണുന്നില്ലല്ലോ. 6 മണിക്കൊക്കെ ഇവിടെ ലൈവിലുണ്ടായിരുന്നു. ഷൈജൻ പേടിയായി, കേടി മുങ്ങിയോ എന്ന് കരുതി എന്ന് പറഞ്ഞിരിക്കുവാണ്. എല്ലാവരും ഓടിക്കുവാൻ എനിക്ക് ഭ്രാന്താണ്. എനിക്ക് വല്ലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ ലോകത്തെ ഏറ്റവും വലിയ മണ്ടനാണ് ഞാൻ എന്ന് പറയുവാണ്. ഏറ്റവും വലിയ മണ്ടനാണ്, ഏറ്റവും വലിയ ഒത്തുകെട്ടവനാണ്, ഏറ്റവും കൊള്ളാത്തവനാണ്, ഇങ്ങനെയെല്ലാം സ്വയം പറയാൻ പാടില്ല സോളോ. അതൊരു നെഗറ്റീവ് എനർജി ഉണ്ടാക്കും. ഞാൻ ഏറ്റവും നല്ലതാണ് എന്ന് എനിക്കെങ്കിലും ചിന്ത വേണം എപ്പോഴും മനസ്സിൽ. കേടി വെയിറ്റ് കുറയ്ക്കണോ, യൂസറിനെ വിളിക്കുക എന്ന് പറയുവാണ്. ഓക്കെ സെറ്റായിട്ട് വെയിറ്റ് കുറച്ച് തരാമെന്ന് പറയുവാണ്. ഷൈജന് നന്നായിട്ട് അറിയാൻ മുങ്ങില്ല എന്ന്, കാരണം അത്രയ്ക്ക് ക്ഷമ അങ്ങേർക്ക് മാത്രം എന്ന് പറയുവാണ്. അത്രത്തെ ഈ കേടിയെ ക്ഷമിക്കണമെങ്കിൽ ഷൈജന് മാത്രമേ പറ്റുള്ളൂ. വളരെ ശരിയാണ് രാജൻ പറഞ്ഞത് എന്ന് പറയുവാണ്. അപ്പോൾ തമിഴ് വന്നിരിക്കുന്നു. ഇത് വായിക്കാനായിട്ട് ഞാൻ എൻ്റെ സുഹൃത്ത് കേടിക്ക് എൻ്റെ മൈക്ക് കൊടുക്കുവാണ്. ഹലോ കേടി, ഇതൊന്ന് വായിച്ച് മറുപടി പറയൂ. ഇത് വായിക്കാനായിട്ട് ഞാൻ എൻ്റെ മൈക്ക് എൻ്റെ സുഹൃത്ത് കേടിക്ക് കൈമാറിയിരിക്കുന്നു. എനിക്ക് വെയിറ്റ് കുറയ്ക്കണം, സോളോ നമ്പർ അയക്കുമോ ചോദിക്കുവാണ്. തീർച്ചയായിട്ടും സോളോ കയ്യിൽ നമ്പറുണ്ട്, സോളോ തരും. എല്ലാവരും ഓടിക്കുവാൻ എനിക്ക് എന്താണ്, എനിക്ക് എന്നെ പറ്റി നന്നായിട്ട് അറിയാം, അതുകൊണ്ടാണ് എന്ന് പറയുകയാണ് സോളോ. എപ്പോഴും നമ്മൾ ഒരു സ്വന്തമായിട്ട് പോലും നെഗറ്റീവ് വിചാരിക്കുന്നത് നല്ലതല്ല. നമ്മളിൽ തന്നെ നമ്മൾ നല്ലത് കണ്ടില്ലെങ്കിൽ പിന്നെ മറ്റാരിൽ കാണാൻ പറ്റും. എല്ലാവരും നമ്മളെ മോശമെന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും നമ്മുടെ നല്ല സൈഡിനെ അതിലെ കണ്ടുപിടിച്ച് എന്ത് ഒരു കുറ്റം ചെയ്താൽ പോലും ഏത് കുറ്റവാളിയും പറയുന്നത് ഞാൻ എന്തുകൊണ്ട് ചെയ്തു, അങ്ങനെ ഞാൻ എന്നുള്ള ഭാവം, ഞാൻ മോശമായ പോലും എന്നെ ന്യായീകരിക്കാൻ ഞാനെങ്കിലും ഉണ്ടാവണം. അത് എപ്പോഴും സോളോ ഓർമ്മിക്കണം. വെറുതെ നെഗറ്റീവ് എനർജി കയറ്റരുത്.